ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് അഡ്രിനോ ബോർഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്തെടുക്കാമെന്നാണ്. ഈ ബോർഡ് ഉപയോഗിച്ച് വ്യത്യസ്ത തരം പ്രോഗ്രാം കോഡ് അപ്ലോഡ് ചെയ്തതിനനുസരിച്ച് ഓരോ ഡിവൈസും നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കാം. കാറിൻ്റെ സ്മാർട്ട് കീ, ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ, ഓട്ടോമാറ്റിക് സാനിറ്റൈസർ, ഹോം ഓട്ടോമേഷൻ, റോബോട്ട്, സെർവോ മോട്ടോർ കൺട്രോൾ, LED ക്യൂബ്, LED ബ്ലിങ്ക്, LED ഫെഡ്, ഫിംഗർ പ്രിൻ്റ്, ഡോർ ലോക്ക്. ഇതുകൂടാതെ ഒരുപാട് ഉപകരണങ്ങൾ നമുക്ക് ഇതുപോലെ പ്രോഗ്രാം ചെയ്തെടുക്കാവുന്നതാണ് ഈ ഒരു കൊച്ചു ബോർഡിൽ നിന്നും. അഡ്രിനോ ബോർഡിൽ 0 മുതൽ 13 വരെയുള്ള ഡിജിറ്റൽ PWM സിഗ്നലാണ് ഉള്ളത്. അതിൽ 0 RXും അതിൽ 1 TX ആയി ഉപയോഗിക്കുന്നു. അത് 0 TX എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളെ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ എക്സ്റ്റേണലായി കണക്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ കണക്ട് ചെയ്യുമ്പോൾ അഡ്രിനോ ബോർഡിൻ്റെ RX ബ്ലൂടൂത്ത് ബോർഡിൻ്റെ TXുമായി കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അഡ്രിനോ ബോർഡിൻ്റെ TX ബ്ലൂടൂത്ത് ബോർഡിലെ RXുമായി കണക്ട് ചെയ്യണം. ഇത് മാർക്കറ്റിലെ ഏറ്റവും വില കുറഞ്ഞ ഏകദേശം 500 രൂപ വരും. ഇത് അത്രയും അഡ്വാൻറ്റേജ് ആയ ചെറിയൊരു ബോർഡാണ്. ഇത് അതിലും കൂടുതൽ എല്ലാ ഫംഗ്ഷനുകളും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമുക്ക് മൊബൈലുമായി പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അഡ്രിനോ ഡ്രോയിഡ് എന്ന ആപ്ലിക്കേഷനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് A0, A1, A2, A3, A4, A5 എന്നീ 6 അനലോഗ് ഇൻപുട്ട് പിന്നുകളും ഉണ്ട്. അനലോഗ് പിന്ന് ആയി ഇവിടെ ഉപയോഗിക്കുന്നത് റെസിസ്റ്റൻസും പൊട്ടൻഷ്യോമീറ്ററുമാണ്. അതായത് നമ്മളെ സെർവോ മോട്ടർ മാനുവലായി വർക്ക് ചെയ്യാൻ പൊട്ടൻഷ്യോമീറ്റർ ഇവിടെ ഉപയോഗിക്കുന്നു. അതുപോലെ ഇവിടെ കാണിച്ച പോലെ വിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വോൾട്ടേജ് 5 വോൾട്ട് കൊടുക്കുന്നതാണ്. GND പിന്നെ 5 വോൾട്ട് പറഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് സപ്ലൈ എടുക്കുക, 5, 3, 3.3 പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ അവിടെ DC സോക്കറ്റ് ഉണ്ട്. അത് DC 7 വോൾട്ട് ടു 12 വോൾട്ട് വരെ സപ്ലൈ ആണ്. നമുക്ക് ബോർഡിന് ആവശ്യമായ 5 വോൾട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇതിന് ഒരു റെഗുലേറ്റർ IC അവിടെ ഇൻബിൽഡ് ആയിട്ടുണ്ട്. മൊബൈലുമായി പ്രോഗ്രാം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു B type USB ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ പ്രോഗ്രാം അപ്ലോഡ് ചെയ്യുന്നത് ഈ മൈക്രോ പ്രോസസ്സർ ICയിലേക്കാണ്. ഇതിലെ റെഡ് പുഷ് ബട്ടൺ സ്വിച്ച് റീസ്റ്റാർട്ട് ബട്ടണാണ്. അഡ്രിനോ ബോർഡ് പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി നമുക്ക് അഡ്രിനോ ഡ്രോയിഡ് എന്ന സോഫ്റ്റ്വെയർ മൊബൈൽ ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. അതിന് നമ്മുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ ഇത് അവൈലബിൾ ആണ്. അതിന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അഡ്രിനോ ഡ്രോയിഡ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അഡ്രിനോ ബോർഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഇതിൽ ഈ കാണുന്നതിലെ രണ്ടാമത്തെ ഇത് നമ്മൾ ക്ലിക്ക് ചെയ്തെടുക്കുക. ഞാൻ ഇവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത്. ഞാനിവിടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചതുകൊണ്ട് ഓപ്പൺ കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഡൗൺലോഡ് എന്നാണ് കാണിക്കുക. ഇൻസ്റ്റാൾ എന്നാണ് ഉണ്ടാവുക. ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. പിന്നെ ഇതിലെ വലത്ത് ഭാഗത്ത് നിന്ന് 3 ഡോട്ട് അത് ക്ലിക്ക് ചെയ്യുക. അതിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിൽ ബോർഡ് ടൈപ്പ് എടുക്കുക. ബോർഡ് ടൈപ്പിൽ നമ്മൾ അഡ്രിനോ ബോർഡാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അഡ്രിനോ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ താഴത്ത് അഡ്രിനോ പ്രസ് ചെയ്തതിന് ശേഷം അതിൽ ഞാനിവിടെ ഉപയോഗിക്കുന്ന ബോർഡ് യുനോ ആണ്. യുനോ ഉണ്ട്, നാനോ, പലതരം അഡ്രിനോ ബോർഡുകളുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്നത് യുനോ. അതുകൊണ്ട് യുനോ ടിക്ക് ചെയ്തത് ബോർഡ് സെറ്റിങ്സ് ആണ്. എന്നാലും ഇതിലേക്ക് അപ്ലോഡ് കോഡ് ചെയ്യുമ്പോൾ ശരിയാവുള്ളൂ. ഈ ഒരു ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു ഡാറ്റ കേബിൾ ആവശ്യമാണ്. ഒരു ഭാഗം സാധാ USB-യും മറ്റേ ഭാഗം അഡ്രിനോ ബോർഡിൻ്റെ B type USB-യിൽ കണക്ട് ചെയ്യാനുള്ള ഒരു കണക്ടറുമാണ് വേണ്ടത്. ഇത് ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ ഒരു OTGയും ഉപയോഗിക്കുന്നു.
ഫോണും അർഡുനോ ബോർഡും കണക്ട് ചെയ്യുന്നതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ഈ അർഡുനോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അർഡുനോ ബോർഡ് പവേർഡ് ആയത് കാണാം. ഇത് എക്സ്റ്റേണലായി നമുക്ക് വിൻ വോൾട്ടേജ് ഇപ്പോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രോഗ്രാം ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ USB വഴി ഇതിൻ്റെ 5 വോൾട്ട് സപ്ലൈ നമുക്ക് അതിലേക്ക് ലഭിക്കും. ഇതിലെ ഒരു കോഡ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിലുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഇതിലെ വലതുഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിലെ സ്കെച്ച് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം എക്സാമ്പിൾ എന്നുള്ള അതിൽ ബേസിക് എടുക്കുക. ബേസിക്കിൽ നമ്മളിപ്പോൾ ഒരു LED ബ്ലിങ്ക് ചെയ്യുന്ന ഒരു ഇതാണ് എടുക്കുക. നമ്മൾ അതിൽ ബ്ലിങ്ക് എന്നുള്ള ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ കോഡ് ബ്ലിങ്ക് ചെയ്യുന്നതിന് ഇതിലേക്ക് അപ്ലോഡായി കിട്ടുകയാണ്. പിന്നെ ഇതിൽ ഒരു ഇടിമിന്നലിൻ്റെ പോലുള്ള ഒരു ചെറിയൊരു മാർക്കുണ്ട്. അത് പ്രസ് ചെയ്താൽ ഇത് കമ്പൽസറി നടക്കും. കമ്പൽസറി എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും കോഡ് എറർ ഉണ്ടെങ്കിൽ ഇതിലറിയാം. അതിനുശേഷം നമുക്ക് ഇതിൽ താഴോട്ട് ഒരു ഏറോ മാർക്കുള്ളത് 2 വരെയുള്ളത് ചെയ്യാൻ നമുക്ക് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അർഡുനോ ബോർഡിലേക്ക് കോഡ് അപ്ലോഡ് ആവുന്നതായിരിക്കും. അതോടുകൂടി പ്രോഗ്രാം കംപ്ലീറ്റ് ആവും. അതുപോലെ തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൻ്റെയൊക്കെ കോഡ് നമുക്ക് അവൈലബിൾ ആണ്. ആ കോഡ് നമ്മൾ നമ്മുടെ മെമ്മറി കാർഡിലേക്ക് ചെയ്തതിന് ശേഷം അതെടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൽ തന്നെ കയറി അപ്ലോഡ് ചെയ്യുക. അതിനു വേണ്ടി ഇതുപോലെ തന്നെ വലത്ത് ഭാഗത്തുള്ള 3 ഡോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്കെച്ച് ഓപ്പൺ ചെയ്യുക. അതിൽ ഓപ്പൺ ഫ്രം ഉണ്ടാവും. അതിനുശേഷം അതിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഡിവൈസ് എന്ന് കാണാം. ഡിവൈസ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് സേവ് ചെയ്ത് വെച്ചത് എന്തായാലും അത് ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ട്രൂ എക്സ്പെരിമെൻ്റ് എന്നാണ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലത്ത് ഭാഗത്ത് ഒരു ടിക്ക് മാർക്ക് കാണാം. ടിക്ക് മാർക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതിലേക്ക് ഈ കോഡ് അപ്ലോഡ് ആവുന്നത് കാണാം. അതിനുശേഷം ഇതുപോലെ തന്നെ മിന്നലിൻ്റെ ഒരു ഭാഗം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പൽസറി നടക്കും. അതിനുശേഷം നമ്മുടെ ആരോ മാർക്ക് താഴെയുള്ള പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കോഡ് ഇതിലേക്ക് അപ്ലോഡ് ആവുന്നത് കാണാം.